അവിടെ വെച്ച് ഈ കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിന് അമേരിക്കൻ പാസ്പോർട്ടാണ്. ഇവരെ അവിടെ നിന്ന് കടത്താനുള്ള കള്ളത്തരമാണ്. അമിത്ഷായെ നേരിട്ട് വിളിച്ച് പറഞ്ഞ് ഇന്ത്യയിൽ വന്നാൽ അവരെ കടത്തിവിടണമെന്നൊരു സർക്കുലർ വന്നത് എന്നെ അറിയിച്ചില്ല. ഇവർക്ക് എൻ്റെ അടുത്ത് പാർട്ടിക്കാരനായിട്ടൊരു സ്നേഹം വേണ്ട, ഞാൻ ചെയ്ത ജോലിക്ക് എൻ്റെ അടുത്തൊരു സ്നേഹം ആയിക്കൂടെ. ഇത്രയും കുഴപ്പങ്ങളുണ്ടായ സമയത്തൊന്നും ഇത് സാധ്യമാക്കിയതിൻ്റെ പശ്ചാത്തലം പറയാൻ പുറത്ത് ഇതുവരെ വന്നിട്ടില്ല. ഈ തൃശ്ശൂർ എന്നെ ഇത്രയും ആൾക്കാർ അവഹേളിച്ചപ്പോൾ അവർ പോസ്റ്റ് ഇട്ടു, പക്ഷെ പിറ്റേന്ന് നോക്കുമ്പോൾ ആ പോസ്റ്റ് ഇല്ല, അവർ പിൻവലിച്ചു. വൈ? ദിസ് ഈസ് ദ വേൾഡ്. ദിസ് ഈസ് ദ വേൾഡ് ഐ എം സെർവിങ് ആൻഡ് ഐ ഹാവ് സെർവ്ഡ്. ഈ തൃശ്ശൂർ എന്നെ ഇത്രയും ആൾക്കാർ അവഹേളിച്ചപ്പോൾ തൃശ്ശൂരുള്ള ഒരു 28, 29, ഇപ്പം 30 വയസ്സാണ്. ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി ലോസ് ആഞ്ചലസിൽ പോയി. കോവിഡിന് മുമ്പാണ് പോയത്. പോകുമ്പോൾ ഗർഭിണിയായിരുന്നു. കോവിഡിൽ പെട്ടു, പ്രസവിച്ചു. അവരുടെ അവിടുത്തെ വിസ കാലാവധി അവസാനിച്ചു. വിചാരിച്ചത് ഈ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഭർത്താവ് ഏതെങ്കിലും പെട്രോൾ ബങ്കിലോ എവിടെയെങ്കിലും ജോലി സമ്പാദിച്ച് അവിടെ ഒളിച്ച് ചാടി താമസിച്ച് എങ്ങനെയെങ്കിലും പിന്നെ ഗ്രീൻ കാർഡ് അടിച്ച് അങ്ങനെ അവിടെ അങ്ങ് സ്ഥിര താമസമാക്കും. അതാണ് ഉദ്ദേശം. ഇവരുടെ ഉദ്ദേശം അതായിരുന്നു എന്ന് എനിക്ക് നിശ്ചയമില്ല. അങ്ങനെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് മുഴുവൻ. അവിടെ വെച്ച് ഈ കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിന് അമേരിക്കൻ പാസ്പോർട്ടാണ്. വരാനൊക്കത്തില്ല ഇങ്ങോട്ട്. അവരുടെ അവിടുത്തെ വിസ കാലാവധി കഴിഞ്ഞു. അവർക്കവിടെ താമസിക്കുന്ന ഫ്ലാറ്റിന് വാടക കൊടുക്കാനില്ല, പെൻഡിങ് പേയ്മെൻ്റ് ഉണ്ട്. അവരവിടുന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ എയർപോർട്ടിലെത്തുമ്പോൾ കുഞ്ഞിനെ മാത്രം അവിടെ ഡംപ്സിലിട്ടിട്ട് വരേണ്ടി വരും. ഇതാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത്. കരയുകയായിരുന്നു. ഞാൻ ലോസ് ആഞ്ചലസിലുള്ള റോയ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനെ ഏർപ്പെടുത്തി ഇവരെ അവിടെ നിന്ന് കടത്താനുള്ള കള്ളത്തരമാണ്. അവരെ ഒളിച്ചോടാൻ സഹായിക്കുകയാണ്. ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അച്ഛനും അമ്മയ്ക്കും ഇന്ത്യൻ പാസ്പോർട്ട്, കുഞ്ഞിന് അമേരിക്കൻ പാസ്പോർട്ട്. വരാനൊക്കത്തില്ല. അമിത്ഷായെ നേരിട്ട് വിളിച്ച് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥ മുഴുവൻ അത് സമച്ചില്ല സുരേഷ് ജി ആ ഭേജിയെ പേപ്പേഴ്സ് ഭേജിയെ എന്ന് പറഞ്ഞിട്ട് അവസാനം പുള്ളിക്ക് ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. 16 മണിക്കൂറിനുള്ളിൽ ഫിലിപ്പീൻസിൽ ഇതേ ആവശ്യത്തിന് വേണ്ടി അന്ന് ഈ സ്ത്രീ എന്നെ വിളിച്ചതിൻ്റെ പിറ്റേന്ന് എന്നെ കൊല്ലം മാടനടയിലുള്ള ഒരു അച്ഛനും കുഞ്ഞു മോളും. കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതിന് പനി കൂടി. അമ്മ വരണം. അമ്മ ഫിലിപ്പീനിയാണ്. അവർക്കും ഇതേ പ്രശ്നം, ഫിലിപ്പീനിയൻ പാസ്പോർട്ട്. വരാനൊക്കത്തില്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ കേസിൽ മാത്രം അമിത്ഷാ അടുത്ത് പറഞ്ഞതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് അദ്ദേഹം ഹോം മിനിസ്ട്രിയിൽ ഇതിൻ്റെ ഒരു പുതിയ ഓർഡിനൻസ് പോലെ ഒരു സർക്കുലർ പ്രിപ്പയർ ചെയ്ത് ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് ആ സർക്കുലർ മുഴുവൻ ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് സ്റ്റേഷൻസിലും എംബസീസിലും ഹൈക്കമ്മീഷൻസിലും കോൺസുലേറ്റ്സിലും ഇത് അയച്ചിട്ട് അച്ഛനോ അമ്മയോ ഒരാൾ ഇന്ത്യൻ പാസ്പോർട്ടാണെങ്കിൽ, ഒരാൾ OCI കാർഡാണെങ്കിൽ, അവരുടെ മക്കൾക്ക് ഫോറിൻ പാസ്പോർട്ടാണെങ്കിൽ 18 വയസ്സ് തികയുന്നതിൻ്റെ തലേ ദിവസമാണെങ്കിലും ഇന്ത്യയിൽ വന്നാൽ അവരെ കടത്തിവിടണമെന്നൊരു സർക്കുലർ വന്നത് എന്നെ അറിയിച്ചില്ല. ഈ സ്ത്രീ എനിക്ക് തന്ന ഒരു പരിദേവനത്തിൻ്റെ 16 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഫിലിപ്പീൻസിലെ അംബാസിഡറാണ് എന്നെ വിളിക്കുന്നത്. കോൺസൽ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സർ സം മിറക്കിൾ സർ, വി ആർ സെൻഡിങ് ദറ്റ് മദർ, ആസ്ക് ദറ്റ് ചൈൽഡ് ടു ബി കൂൾ, വി ആർ സെൻഡിങ്. ഞാൻ പറഞ്ഞു, വാട്ട് ഇസ് എ മാജിക്? നോ, വി ജസ്റ്റ് റിസീവ്ഡ് എ circular from the Home Minister, Mr. Amit Shah. It has come from his office stating that such are the conditions. ഇത് സാധ്യമാക്കി. ആ മാടനടയിലുള്ള, എൻ്റെ നാടിനടുത്തുള്ള ആളാണ്, ആ മാടനടയിലുള്ള മലയാളി ഭർത്താവോ മലയാളി ഫിലിപ്പീനി പ്രസവിച്ച മലയാളി കുഞ്ഞോ ഇത്രയും കുഴപ്പങ്ങളുണ്ടായ സമയത്തൊന്നും ഇത് സാധ്യമാക്കിയതിൻ്റെ പശ്ചാത്തലം പറയാൻ പുറത്ത് ഇതുവരെ വന്നിട്ടില്ല. മറ്റേ സ്ത്രീ തൃശ്ശൂരായതുകൊണ്ട് അവരിത് എൻ്റെ പാർട്ടിക്കാർക്ക് മുഴുവൻ അറിയാം. ഒരു പോസ്റ്റ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്ന ഇവിടെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് തള്ളുന്നവരെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ തള്ളാൻ വരുന്നില്ല. പക്ഷെ ബെനഫിഷ്യറീസിന് മുന്നോട്ട് വന്നൂടെ? വരുന്നില്ല. ഉഷ ചേച്ചിയാണ് ഈ നഴ്സസിനെ കൊണ്ടുവന്നത്. 3 പ്രാവശ്യമാണ് ഞാൻ അവരുടെ ടെമ്പററി ഇതിൽ, എന്നാൽ ഞാനിത് പെർമനൻ്റ് ആക്കാമെന്ന് പറഞ്ഞാൽ അത് വേണ്ട, ബോണ്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഓരോ പ്രാവശ്യവും അവരുടെ പീരീഡ് കഴിയുമ്പോൾ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണ്.
അവർ ഏത് MP യുടെ കൂടെ ഇത്രയും നാൾ നടന്നിരുന്നതെന്ന് അതും അന്വേഷിക്കും. അവരടുത്തൊരു പോസ്റ്റ് ഇടാൻ പറഞ്ഞപ്പം അവർ പോസ്റ്റ് ഇട്ടു, പക്ഷെ പിറ്റേന്ന് നോക്കുമ്പോൾ ആ പോസ്റ്റ് ഇല്ല, അവർ പിൻവലിച്ചു. വൈ? ദിസ് ഇസ് ദ വേൾഡ്. ദിസ് ഇസ് ദ വേൾഡ് ഐ എം സർവിങ് ആൻഡ് ഐ ഹാവ് സർവ്ഡ്. വൈ? വൈ വിത്ത് മീ? ഞാൻ ആരെ പിടിച്ചു പറിക്കാൻ ചെന്നു? പിന്നെ എങ്ങനെ എനിക്ക് ആ ചോദ്യത്തിന്റെ അംശം എനിക്ക് എങ്ങനെ തോന്നാതിരിക്കും? പക്ഷേ ഈ പറഞ്ഞ പോലെയാണ്, ചില കോളംസിലേ ഉള്ളൂ ഇത്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എല്ലാവർക്കും അറിയാം അവസാന ഘട്ടത്തിൽ എല്ലാരും വിളിക്കുന്നത് ഈ നമ്പറിലേക്ക് എന്താ ചേച്ചി ഇങ്ങനെ? ഇവർക്ക് എൻ്റെ അടുത്ത് പാർട്ടിക്കാരനായിട്ടൊരു സ്നേഹം വേണ്ട, ഞാൻ ചെയ്ത ജോലിക്ക് എൻ്റെ അടുത്തൊരു സ്നേഹം ആയിക്കൂടെ? എന്ത് ചെയ്യാനാ സുരേഷ് മോനെ, അവരൊക്കെ അങ്ങനെയാ. നമ്മൾ ഇനിയും അവർ വന്നാൽ സഹായിക്കും എന്നാണ് ഉഷ ചേച്ചി പറഞ്ഞത്. അവരൊരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കുറെ വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ ഓഫീസിൽ എത്തുന്നു, അവിടെ ചേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്നെ ഇൻവൈറ്റ് ചെയ്തു, ഞാനൊരു ഗസ്റ്റ് ആയിട്ട് പോയി തിരിച്ചു വന്നു. പക്ഷേ ബർത്ത്ഡേ സെലിബ്രേഷനും ബർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യണം, ഇതൊരു പ്രീസിഡന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ പോയി കേക്ക് കട്ട് ചെയ്തു. സന്തോഷം തന്നെയായിരുന്നു, അതിനകത്ത് വേറെ ഡ്രാമയും ഒന്നുമില്ല, സന്തോഷം തന്നെയായിരുന്നു. അവർക്കും സന്തോഷമായിരുന്നു, ഞാനും സന്തോഷം പങ്കുവെച്ച്. ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഭാര്യയ്ക്കായിരുന്നു, ഏറ്റവും വലിയ നിർബന്ധവും അവൾക്കായിരുന്നു. അതാണ് സെപ്റ്റംബർ 30 നിങ്ങളിതെല്ലാം ഈ സ്നേഹം കാണുന്നത് അവിടെ തിയേറ്ററിലാണ്. അമ്മ സംഘടന പൊളിയാൻ ഞാൻ അനുവദിക്കത്തില്ല, അതുണ്ടാവും. പക്ഷെ ജനങ്ങളോ അല്ലെങ്കിൽ പ്രേക്ഷകരോ അല്ലെങ്കിൽ ഇതിനകത്ത് ദുഃഖം അനുഭവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവരെ എല്ലാം അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, അവരുടെ ഇഷ്യൂസ്. അത് ചെയ്യണം. ഇത് നമ്മളെന്ത് ആരുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞാലും ഇത് ഈ രാജ്യത്താണ് നിൽക്കുന്നത്, ഇവിടെ ഒരു ജനാധിപത്യമുണ്ട്. അതൊക്കെ വേണം, അതൊക്കെ ഉണ്ടായിക്കോളും, കുഴപ്പമൊന്നുമില്ല. തെറ്റാർക്കും പറ്റാല്ലേ, ചെറിയ തെറ്റുകൾ ചെയ്തു തന്നെയാണ്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട്, എനിക്ക് സുരേഷിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ, എല്ലാം ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്ട് ചെയ്യുന്നത് ജനകനിലെ ഒരു അച്ഛൻ്റെ ക്യാരക്ടറാണ്. പക്ഷെ ഇന്നത്തെ പേപ്പറൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ഒരുപാട് പേര് അത് കാണുമ്പോൾ എന്താ? ഒരു കൊച്ചു പെൺകുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, ഒരു കത്ത് എനിക്ക് കൊണ്ട് തന്നു. ഇത് നിങ്ങൾ ആരുടെടുത്തും കൊടുക്കരുത്, ഇത് വായിക്കണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ആ കുട്ടിയുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി എഴുതിയത്. ഞാനത് നൈലെ കാണിച്ചു. ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു, കാരണം ഇത് വേറൊരു രാജ്യമാണ്. ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. നൈല ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വായിച്ചിട്ട് എന്നെ നോക്കുന്നില്ല. ഹലോ, ഹൈ വെലായി എന്നെ നോക്കിയപ്പം അവളുടെ കണ്ണ് ഇങ്ങനെ തുളുമ്പാൻ പോവുക. ഇങ്ങനെ ആക്കി അത് വെളിയിലേക്ക് വരും, അത് വരാതിരിക്കാൻ ഇങ്ങനെ നിൽക്കുക. ആ കഥനമുണ്ടായിരുന്നു ആ കഥ. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ രാജ്യമല്ല അത്.